അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് ലാസ്റ്റ് വ്ളോഗാണ് ഈ ലീവിൽ. അതായത് നാളെ ഞാൻ ലീവ് കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് സ്നേഹയുടെ വീട്ടിലാണ്. ഇന്നലെ രാത്രി ഇവിടെ നിന്നിരുന്ന് അപ്പോൾ ഞാൻ ഇവനെ കാണാൻ വേണ്ടി വന്നതാണ്. അത് എനിക്ക് ഇവനെ കാണാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി, കാരണം അത്രയും അടുത്തു പോയി ഇവനെയും കൊണ്ട്. ഇവളെന്നെ പറയും ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവൻ കരയിൽ തുടങ്ങുന്നൊക്കെ, കാരണം അത്രത്തോളം അറ്റാച്ച്മെൻ്റ് ആയി ഞാൻ അവനുണ്ടെന്ന്. എങ്ങനെയുണ്ട്? പിന്നെ പോണ്ടെന്ന് പറയാൻ പറ്റാത്തൊരു ജോബായി. ഞാൻ ഇവിടെ നിൽക്കുന്നിട്ട് നമുക്ക് രണ്ടാക്കും തെണ്ടാം, ഇവനെയും കൂട്ടാം. തമാശയല്ല, സങ്കടമാണ്, പക്ഷെ പോവാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഇപ്പൊ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് ഇവ ഇങ്ങനെ കടന്നു തുടങ്ങുന്നത്. അപ്പൊ ഞങ്ങള് വന്നത് ഇതിനല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതായത് ചോദിക്കുന്നുണ്ട്. അതായത് ഞങ്ങളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ ഓരോ വയസ്സിൽ പറഞ്ഞത്, ഈ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ നിങ്ങളിങ്ങനെ പോവാൻ പറ്റുന്ന പോലെ, കുഞ്ഞിന് ഇത്രയും 2 മാസമായ കുഞ്ഞിനെ കൊണ്ടാണോ അങ്ങനെ പോകുന്നത്? അതുപോലെ എൻ്റെ നാട്ടില് ആളുകൾ പറയുന്നത് അനീഷിന് പ്രാന്താണ്, അവന് പ്രാന്താണ്, ഇത്രയും ചെറിയ കുട്ടീനെ കൊണ്ടൊക്കെ ആരാ പോവുക. പിന്നെ വേറൊരു ചോദ്യം വരുന്നത്, ഇവർ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ടൂറ് പോയി ഇവർക്ക് മടുത്തില്ലേ, ഇപ്പോഴും ചെറിയ കുട്ടീനെ കൊണ്ട് പോവുകയാണോ? അതുപോലെ ആ സ്നേഹയ്ക്ക് റെസ്റ്റ് ഒന്നും വേണ്ട, ഇപ്പോൾ അവൾ കടക്കേണ്ട സമയമാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, ഞങ്ങളെ പോലെ ചില ആളുകൾ ഈ ചോദ്യം നേരിടുന്നുണ്ടായിരിക്കും, കുറച്ച് പേര് നേരിടുന്നുണ്ടാവും. മാക്സിമം ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞാൽ കുറേ പേര് വീട്ടിൽ തന്നെ ഇരിക്കും, കുട്ടീനെ നോക്കിയിട്ട് കിടക്കുക, പാൽ കൊടുക്കുക. അപ്പോൾ പഴയ കാലത്തെ ആളുകൾ പറഞ്ഞിട്ടില്ലേ, കിടക്കുക, പാൽ കൊടുക്കുക, പിന്നെയും കിടക്കുക. അല്ല, ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്ക് റെസ്റ്റ് ആവശ്യമാണ്, പക്ഷെ ആവശ്യത്തിന് വല്ലാണ്ട് അങ്ങനെ ഫുൾ ടൈം കിടക്കുക അതൊക്കെ അങ്ങനെയൊന്നും ആവശ്യമില്ലെന്നാണ് ഡോക്ടേഴ്സ് വരെ പറയാറ്. അല്ലേ, നമ്മളിപ്പോൾ ഡോക്ടറെ ലാസ്റ്റ് ടൈം നമ്മൾ കൺസൾട്ട് ചെയ്ത സമയത്ത് ഡോക്ടർ ഇവളോട് പറഞ്ഞു എക്സസൈസും കാര്യങ്ങളൊക്കെ കാരണം ഇത്രയും ആയില്ലേ, ഇപ്പൊ ഇത്രയും 2 മാസം കഴിഞ്ഞുകൊണ്ട് ഇനി എക്സസൈസും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കോളൂന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ടാണ് തുടങ്ങിയത്. പിന്നെ ഇവന് 2 മാസമായി. പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ഞങ്ങളെ ബൈക്ക് പോകാത്ത പറഞ്ഞാൽ എല്ലാവർക്കും വരെ വീഡിയോ കണ്ടിന്യൂ കാണുന്നത്, ഞങ്ങളെ ബൈക്കൊക്കെ ഞങ്ങൾ വിറ്റിരുന്നു. നല്ല വ്യൂ പോയിന്റോട് കൂടിയിട്ടാണ് അത് കൊടുത്തത്, കാരണം ഈ ടൈമിൽ എന്തായാലും അതുകൊണ്ട് നമുക്ക് യൂസ് ഉണ്ടാവും, പക്ഷെ അധികം യൂസ് ഇല്ല. അത് വിളിക്ക് കയറാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഞാൻ മാത്രമായിട്ട് ഓടിക്കുന്ന ഒരു ശീലമല്ലോ, ഞാൻ വിറ്റത്. ഒന്നാമത് ഞങ്ങളെ വീട്ടില് 2 സ്കൂട്ടർ ഉണ്ട്, അപ്പൊ ആവശ്യത്തിന് പോകാനുള്ള വണ്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളതങ്ങ് കൊടുത്തു. ഇനി അവനൊന്നും ആവുന്ന ടൈമിൽ ഞങ്ങൾ ബൈക്ക് എടുക്കുക, അതുവരെ കാറും ഉണ്ടല്ലോ, ആ ഒരു മൈൻഡ് സെറ്റിലാണ് കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് പോകുന്നതെല്ലാം കാറിലാണ്. പിന്നെ ഞങ്ങൾ ഡെയിലി രാവിലെ എണീക്കുക, രാത്രി വരെ അങ്ങനെ ട്രിപ്പൊന്നും പോകുന്നില്ല. അതായത് ഇപ്പോൾ ഒരു 4-5-6 ദിവസമൊക്കെ വീട്ടിൽ കണ്ടിന്യൂ ചെയ്യുന്നത് എനിക്കും മടുക്കും. എനിക്കും മടുക്കും. കാരണം ഞാൻ ഈ 1.5 മാസത്തെ ലീവിന് വരുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ആ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുറലോകമൊക്കെ ഒന്ന് കാണാൻ, അടിച്ചു പൊളിച്ച് നടക്കണം. അപ്പോൾ പിന്നെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് എല്ലാം പണിക്ക് പോകുന്ന ആളുകളാണ്. അപ്പോൾ എല്ലാവരും ഡെയിലി കാണാനൊന്നും പറ്റില്ല. രാവിലെ ഞാനും പോസ്റ്റായിരിക്കും, മൊബൈലിൽ എത്ര നേരം കളിച്ചേക്കുക. പിന്നെ ഇവിടെ സ്ഥിതി അതുപോലെ തന്നെയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലിരിക്കുക, മൊബൈലിൽ കളിക്കുക. റീഫ്രഷ്മെന്റ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് മൊത്തം കാറിലാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഒരു ഫ്രണ്ട്സ് ഉണ്ടാവും കൂടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവുന്നതുകൊണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ വ്ളോഗ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരാളെ ഞങ്ങൾ കൊണ്ടുപോകാറ്. ശ്രദ്ധ പറഞ്ഞു ഞങ്ങൾ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോൾ റോട്ടിൽ കൂടെ പോണവരൊക്കെ അതിനിപ്പോ എന്താ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ ഞങ്ങള് ഈ 2 മാസമായ കുഞ്ഞിനെ കൊണ്ട് അങ്ങനെ ലോങ് ഒന്നും പോയിട്ട് അങ്ങനെ തോന്നിയ പോലെ നടക്കുന്നല്ല, അടുത്ത വല്ല സ്ഥലത്തും കുറച്ചു നേരം ഇരിക്കും. അതുപോലെ കുട്ടീനെ കൊണ്ട് പോകാൻ പറ്റിയ കംഫർട്ടായ സ്ഥലത്തേക്ക് മാത്രമേ ഞങ്ങൾ പോവുള്ളൂ. ഇപ്പൊ കൂടുതൽ വെള്ളമുള്ള സ്ഥലത്തേക്ക്, ഞങ്ങളുടെ അടുത്തൊക്കെ വെള്ളച്ചാട്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്, അങ്ങോട്ടൊന്നും ഞങ്ങൾ പോകുന്നില്ല. കാരണം കുട്ടിക്ക് പോകുമ്പോഴല്ല, നമുക്ക് കുട്ടീനെ കൊണ്ട് പോകുമ്പോഴും കുട്ടിക്കും അമ്മയ്ക്കും കംഫർട്ടായ സ്ഥലത്തേക്ക് മാത്രമേ പോവുള്ളൂ, അതും കാറില്. പിന്നെ കുട്ടിക്ക് വിശന്ന് കഴിഞ്ഞാൽ പോലും പാലെടുക്കേണ്ട സമയം കഴിഞ്ഞാൽ ഞങ്ങൾ ആളില്ലാത്ത സ്ഥലത്ത് നിർത്തിയിട്ട് അവള് കാറിൽ നിന്നിട്ട് കുട്ടിക്ക് പാല് കൊടുക്കും. പിന്നെ കുട്ടിക്ക് ചൂട് എടുക്കുകയാണ് തോന്നിക്കാൻ ഞങ്ങൾ കാറിൽ AC ഇട്ട് കൊടുക്കും. പിന്നെ വെയിൽ കണ്ടാൽ കുട്ടീനെ കൊണ്ട് പുറത്തേക്ക് പോകാം. കൂടുതൽ നേരം AC ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലാസ് ഓപ്പൺ ആക്കും. അങ്ങനെ അത്രയും കംഫർട്ടൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഭക്ഷണം കഴിക്കാനാണെങ്കിൽ ഇവൾക്ക് നല്ല കംഫർട്ടായ ഹോട്ടലിൽ മാത്രമേ ഭക്ഷണം കഴിക്കാനും നിർത്താറുള്ളൂ. അത് ഫീഡ് ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെല്ലാവരും കംഫർട്ട് നോക്കിയിട്ടാണ് പോകുന്നത്. അല്ലാണ്ട് എല്ലാവരും പറയുന്ന പോലെ അങ്ങനെ. പിന്നെ വേറെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു നെഗറ്റീവ് വശം ഉണ്ടാവും, പോസിറ്റീവ് വശം ഉണ്ടാവും. നെഗറ്റീവ് പറയുന്ന ആളുകൾ നെഗറ്റീവ് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ 2 ലൈഫാണ്, ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങളെ കുട്ടീനെ നോക്കി ഞങ്ങൾക്ക് വയ്ക്കും, ഞങ്ങൾ നേരെ നോക്കുന്നുണ്ട്. പിന്നെ
അല്ലാതെ ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഇങ്ങനെ അടച്ചിരിക്കുക എനിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലീവിന് വരുന്ന ആളാണ്. ഞാൻ വീട്ടിലൊരിക്കലും ഫുൾ ടൈം വീട്ടിലിരിക്കില്ല. അപ്പോൾ എനിക്ക് പുറത്ത് പോകണം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇവൾക്ക് പോകുന്നത് എന്നെ കൊണ്ടുപോകുന്നില്ല. ആ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ അതാ പറഞ്ഞത്. അപ്പോൾ അവളെയും കൊണ്ടുപോകണം. പിന്നെ ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും പോയി ഇവനെ ഒറ്റയ്ക്കാവും. അപ്പോൾ ഞങ്ങൾക്ക് ഇവനെയും കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങനെ കാറും ഉണ്ട്, അപ്പൊ അങ്ങ് ഇറങ്ങും. ഇപ്പം ഞാൻ തന്നെ ഇവിടെ ഒരുപാട് വട്ടം സിനിമയ്ക്ക് പോവല്ലേ, കുട്ടീനെ കടത്തി ഇറക്കിയിട്ട് സിനിമയ്ക്ക് പോവാന്നൊക്കെ പറഞ്ഞു. ഇവള് പറഞ്ഞു പറ്റില്ല, കാരണം കുട്ടി എണീറ്റ് പാല് കൊടുക്കണം. പോവാ. അതാ പറഞ്ഞ് ചില സമയത്ത് ഞങ്ങള് വേണ്ടാന്ന് വെക്കും. പിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതിനൊന്നും എനിക്ക് താല്പര്യം ഇല്ല. ഒന്നാമത് ഇവനെ കൊണ്ടൊക്കെ പോവാണ്, ഇവന് കംഫർട്ടുള്ള സ്ഥലമാണെങ്കിൽ അങ്ങ് പോവാ, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ലീവ് കഴിഞ്ഞ് നാളെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ നോക്കാം. ഞാൻ ഡിസംബറിലേ വരുള്ളൂ, അതായത് ഇപ്പോൾ ജൂലൈ ആയിട്ടേ ഉള്ളൂ. ഇനി 4-5 മാസമുണ്ട് സമയം. ഈ 5 മാസം ഇവള് വീട്ടിലിരിക്കണം. കാരണം ഇനിയിപ്പോൾ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് ഇതേപോലെ കാറിൽ പോകാൻ പറ്റില്ല. കാരണം അല്ല, ഈ പ്രഗ്നന്റ് ആവുന്നതിന്റെ മുമ്പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പോകും, എന്റെ വണ്ടി എടുത്ത് ഞാൻ അങ്ങ് പോകും. പക്ഷെ ഇപ്പൊ അവനും കൂടെ ഉള്ളപ്പോ ഒറ്റയ്ക്ക്, അതായത് ഇപ്പോൾ സ്കൂട്ടിയിൽ അവൾക്ക് ഒറ്റയ്ക്ക് ഓടിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അല്ല കുട്ടീനെ വെച്ചിട്ട് അപ്പൊ അങ്ങനെ കുറെ പ്രശ്നമുണ്ട്. അപ്പൊ ഇനി അവളൊരു 4 മാസം എന്തായാലും വീട്ടിൽ ലോക്കാണ്. പിന്നെ കുറച്ച് ടൈമിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി വരിക എന്നല്ലാണ്ട് ഒരു ട്രിപ്പും കാര്യങ്ങളൊന്നും എന്തായാലും പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഞങ്ങള് ഇങ്ങനെ കുറച്ച് ദിവസത്തിൽ കിട്ടുന്നത് ഞങ്ങൾ അടിച്ചുപൊളിച്ച് ഇതാകുന്നു അല്ലേ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ചോദിക്കുന്നവരോട് പറയാം, ഞങ്ങള് കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് നമ്മുടെ ലൈഫാണ്, അതെങ്ങനെ ജീവിക്കണം, അതായത് നെഗറ്റീവ് വൈബിൽ ജീവിക്കണോ അതോ കുറച്ചൊക്കെ പോസിറ്റീവായിട്ട് ജീവിക്കണോ, അങ്ങനെയൊക്കെ നമ്മളുടെ കയ്യിലാണ് ഒക്കെ ഇരിക്കുന്നത്. അതൊന്നും മനുഷ്യന്മാരുടെ കാര്യമാണ്, ഒന്നും പറയാനേ പറ്റില്ല. ഒന്നാമത് ഉള്ള കാലം നമ്മൾ അടിച്ചുപൊളിച്ച് ജീവിക്കുക, അത്രേ. ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കാം. അത് ചെയ്തിട്ട് കുട്ടീനെയും അമ്മേനെയും നോക്കണ്ടെന്നല്ല, എല്ലാവരും നോക്കണം. ആ കെയർ കൊടുത്തിട്ട് അവനാന് കഴിയുന്ന അതിൽ വെച്ചിട്ട് നമ്മൾ അടിച്ചു പൊളിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ നാളെ പോകും. അപ്പോൾ ഇനി നാളെ ഞാൻ എല്ലാവരോടും ബൈ ബൈ പറയുകയാണ്. ഇനി ആരും ചോദിക്കരുത് സോൾജിയർ എവിടെയാണ്, ഞാൻ എന്തായാലും ഡ്യൂട്ടിക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരണ്ട്, ഞങ്ങളെ ഫാമിലി വരണ്ട് അല്ലേ. അപ്പോൾ അതുവരെ എല്ലാവർക്കും